പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഗ്രാമത്തിലെ ആളുകളെല്ലാം ഗ്രാമമുഖ്യനായ ആനന്ദമാർഗൻ്റെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. എന്തിനാണെന്നോ, ഗ്രാമവാസികൾക്കെല്ലാം സന്തോഷം നൽകുന്ന എന്തോ ഒരു വിദ്യ ആനന്ദമാർഗൻ കണ്ടുപിടിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, ആനന്ദമാർഗൻ പറഞ്ഞു തുടങ്ങി. ഇതാ ആ സന്തോഷകരമായ വാർത്ത. ഇന്നു മുതൽ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും ദുഃഖങ്ങൾ നമ്മൾ ഒരാളെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ബലേബേഷ്! ഗ്രാമവാസികൾ സന്തോഷത്തോടെ ആർപ്പു വിളിച്ചു. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ നമുക്കെല്ലാവർക്കും വേണ്ടി ദുഃഖിച്ചുകൊണ്ടിരിക്കും. ഗ്രാമമുഖ്യൻ തുടർന്നു. അതോടെ നമ്മുടെ ദുഃഖങ്ങൾ മറന്ന് നമുക്ക് സ്വസ്ഥമായി സന്തോഷമായി ജീവിക്കാം. ഉഗ്രൻ ആശയം തന്നെ. ഗ്രാമവാസികൾ ഒന്നിച്ച് കൈയടിച്ചു. എല്ലാവരുടെയും സങ്കടങ്ങൾ ആര് ഏറ്റെടുക്കും? അതായി അവരുടെ അടുത്ത ചിന്ത. അപ്പോൾ ഗ്രാമീണരിൽ ഒരാൾ പറഞ്ഞു, തെരുവിൽ രാമൻ എന്നൊരു ചെരുപ്പുകുത്തിയുണ്ട്. കാര്യമായ പണിയൊന്നുമില്ലാതെ അയാൾ കഷ്ടപ്പാടിലാണെന്നാണ് കേട്ടത്. ശരി, എങ്കിൽ നമുക്ക് അയാളെ തന്നെ ഈ പണി ഏൽപ്പിക്കാം, ആനന്ദമാർഗൻ പറഞ്ഞു. വൈകാതെ അവർ രാമന്റെ അരികിലെത്തി. തുന്നാൻ ചെരുപ്പോ തിന്നാൻ ഭക്ഷണമോ കിട്ടാതെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു രാമൻ. ആനന്ദമാർഗൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോൾ രാമൻ പൊട്ടിച്ചിരിച്ചു. എല്ലാവർക്കും വേണ്ടി സങ്കടപ്പെടുന്ന പണി കൊള്ളാം. ആട്ടെ, ഈ പണി ചെയ്യുന്നതിന് എനിക്ക് ദിവസവും എന്ത് ശമ്പളം തരും? രാമൻ ചോദിച്ചു. ആനന്ദമാർഗൻ ഒരു നിമിഷം ആലോചിച്ചു. ഏതായാലും വലിയൊരു പണിയല്ലേ, നിനക്ക് ദിവസവും 100 സ്വർണ്ണ നാണയം തരാം. ഇത് കേട്ട രാമൻ വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ദിവസവും 100 സ്വർണ്ണ നാണയം കിട്ടിയാൽ എൻ്റെ സങ്കടങ്ങളെല്ലാം മാറും. പിന്നെ ഞാനെങ്ങനെ നിങ്ങളേൽപ്പിക്കുന്ന ഈ സങ്കടപ്പെടുന്ന പണി ചെയ്യും? രാമന്റെ ഈ വാക്കുകൾ കേട്ട് ആനന്ദമാർഗനും സംഘവും ഇളിഭ്യരായി നിന്നു. സങ്കടങ്ങളില്ലാതെ ജീവിതമില്ലെന്നും ആർക്കും സ്വന്തം സങ്കടങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കാനാവില്ലെന്നുമുള്ള വിലപ്പെട്ട പാഠം അവർ പഠിച്ചു. സന്തോഷകരമായ ജീവിതം എല്ലാവർക്കും നേർന്നുകൊണ്ട് നന്ദി.